ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അമേരിക്കയിലുള്ള ശിവചായൻ പറയുന്നു, ദൈവവചനത്തിൽ ഏക ദൈവത്തെക്കുറിച്ചല്ല ബഹുദൈവത്തെക്കുറിച്ചാണ് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അനന്തരം God said, let us make man in our image. ബൈബിളിൽ എഴുതി നൽകപ്പെട്ടിരിക്കുന്ന അവര് മനസ്സിലാക്കുന്ന ദൈവം ഏകനല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ അല്ല. അനന്തരം ദൈവം പറഞ്ഞു നാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ദൈവം ഏകനല്ലെന്ന് വരുന്നില്ല. അത് പൂജക ബഹുവചനമാണ് എന്ന് ചിലർ പറയും. എന്താണ് ഈ പൂജക ബഹുവചനം? അത് ഈ രാജാക്കന്മാരൊക്കെ പറയും നോം കൽപ്പിക്കുന്നു. നമ്മുടെ ചില തിരുമേനിമാരും പറയും നോം കൽപ്പിക്കുന്നു. ഇപ്പം തിരുമേനിമാർക്ക് കൽപ്പന കുറവാണ്, നോം ആജ്ഞാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു, പക്ഷെ അത് തെറ്റാണ്. കാരണം ഈ ബൈബിള് എഴുതപ്പെടുന്ന കാലത്ത് ലോകത്തെ ഒരു സംസ്കൃതിയിലും രാജാക്കന്മാർ ബഹുമാനത്തിന് വേണ്ടി ബഹുവചനം ഉപയോഗിച്ചിരുന്നില്ല. അതൊക്കെ പിന്നീട് വന്ന രീതികളാണ്. ഇനി അത് തന്നെയല്ല, ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, മുഴുവൻ പ്ലൂറലാണ്. ആൻഡ് ലെറ്റ് us make man in our image, in our അല്ല, not a single person, not a single entity. അപ്പോ ദൈവം ആരാണ്? പരിശുദ്ധമാണ്. അതെന്ന് പറഞ്ഞാൽ പ്ലൂറാലിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. ഒറ്റയ്ക്കൊന്നും പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിരുന്നു ഈ സൃഷ്ടി കർമ്മം. അപ്പോ അവിടെ പറയണായിരുന്നു അടുത്ത ഇനം, പരിപാടിയിലെ അടുത്ത ഇനം ഞാന് ഇതൊക്കെ സൃഷ്ടിക്കാൻ പോവാണ്, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാണ്. എല്ലാരും ഹോൾഡ് യുവർ ബ്രീത്ത്, റെഡി, 1 2 3. ഞാൻ മനുഷ്യനെ ഏകനായിട്ട് പ്രവർത്തിക്കില്ല. ഈ യാക്കോബായ സത്യവിശ്വാസം എന്ന് പറഞ്ഞൊരു സത്യവിശ്വാസം, ഞാനിപ്പോ യൂട്യൂബിൽ ഇരുന്ന് ഈ യാക്കോബായക്കാരുടെ പ്രസംഗം കേൾക്കുക എന്റെ പണി. നേരത്തെ ഈ കലാഭവമണിയുടെ പാട്ട് കേൾക്കായിരുന്നു, ഇപ്പൊ ഞാനത് നിർത്തി. ഇപ്പൊ അതിനേക്കാൾ രസം ഇതാ. തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തമാശ. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏക ദൈവത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ്. ഏക ദൈവമാണ് എന്നതിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തതാണ്, അല്ലെ? ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം ഏകനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മോശ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ബഹുദൈവമാണ്. സത്യത്തിൽ ഇദ്ദേഹത്തിന് ബഹുദൈവമാണ്. ഇദ്ദേഹം വിശ്വസിക്കുന്നത് നിക്കിയാണ്, അല്ലെ? നിക്കിയ വിശ്വാസ പ്രമാണമാണ് ഇദ്ദേഹം വിശ്വസിക്കുകയും അതിനെ ഉൾക്കൊള്ളുവാനുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമായ ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് പഴയ നിയമത്തിലെ യഹോവ ക്രൂരനാണെന്നും അതുപോലെ തന്നെ യഹോവ ഗോത്ര ദൈവമാണെന്നുമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവവചനമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. ദൈവവചനത്തിൽ പറയുന്ന യാഹുവേ ഏകനാണ്, അല്ലെ? ഏകനായ ദൈവമാണ്. അവൻ മനുഷ്യനായിട്ട് വെളിപ്പെടാൻ കഴിയുന്നവനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന ഏകദൈവ വിശ്വാസം, അദ്ദേഹത്തിന്റെ മതം എന്ന് പറയുന്നത് നിക്കിയാണ്. അപ്പൊ നിക്കിയ വിശ്വാസത്തെയാണ് ഇദ്ദേഹം പറയുന്നത്. നിക്കിയ വിശ്വാസത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. നിക്കിയാണ്, അല്ലെ? നിക്കിയാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നിക്കിയ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ്. അപ്പൊ നമുക്ക് നിക്കിയ വിശ്വാസത്തിലേക്ക് ഒന്ന് പോകാം. കാരണം കണ്ണോടിക്കാം, ഇന്ന് നിക്കിയയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അപ്പൊ നിക്കിയയിൽ നമുക്ക് കണ്ണോടിക്കുമ്പോഴറിയാം അദ്ദേഹം പറയുന്ന ബഹുദൈവ വിശ്വാസം അദ്ദേഹത്തിന് എവിടുന്ന് ലഭിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം നിക്കിയ വിശ്വാസത്തിൽ അദ്ദേഹം എങ്ങനെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ, അദ്ദേഹം പറയുന്നത് സത്യമല്ലേ, അദ്ദേഹം പറയുന്നത് ശരിയല്ലേ? അപ്പോ നമുക്ക് ആദ്യം തന്നെ നിക്കിയയിൽ അങ്ങ് തുടങ്ങാം. നിക്കിയയിൽ തുടങ്ങി കഴിയുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, നിക്കിയയുടെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അതിന് ഒന്നാമത്തെ പാർട്ടി സർവശക്തനായ പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവായ
ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിക്കായിലാണോ അദ്ദേഹം വിശ്വസിക്കുന്നത്? എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ബഹുദൈവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് നിക്കായി പറയുകയാണ് ഏക ദൈവത്തിൽ. അതിന്റെ ഒന്നാമത്തെ സെന്റൻസിൽ പറയുന്നു ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് പിതാവിന്റെ ഏക പുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവന്. അപ്പൊ ഏക ദൈവം എന്ന് പറഞ്ഞേച്ച് പിന്നൊരു ഏക പുത്രനെ കൂടി അവിടെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത പോയിന്റിലേക്ക് വരുന്നത്. ഇത് രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറയാണ് സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ. അപ്പൊ കറക്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തേത് പിതാവാണ്, രണ്ടാമത്തേത് പുത്രനാണ്, മൂന്നാമത്തേത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ 3 ദൈവങ്ങൾ ആർക്കുണ്ട്? കാരണം നമുക്ക് ഒറ്റ ഒരു ഇതിൽ തന്നെ പറയാം, പിതാവാണ് ദൈവം, അല്ലെ? പിതാവായ ദൈവം, അല്ലെ? യേശുക്രിസ്തുവിനെ ഭൂമിയിൽ ഇരുന്നപ്പോൾ തോമസ് അപ്പോസ്തലൻ വിളിച്ചു എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളത്. അപ്പൊ യേശുക്രിസ്തു ദൈവമാണ്, സത്യദൈവം എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ദൈവം, അല്ലെ? വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ അദ്ദേഹം പറയുന്നത് കറക്റ്റ്. അദ്ദേഹം പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം നിക്കി അത് തന്നെയാണ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിക്കിയാണ് അദ്ദേഹത്തിന്റെ മാനദണ്ഡം. ഇനി മൂന്നാമത്തെ പരിശുദ്ധാത്മാവ് ദൈവമാണ്, കൊണ്ട് ദൈവം ആത്മാവാകുന്നു എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ബഹുദൈവമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അദ്ദേഹം പറയുകയാണ് ഏകദൈവത്തെ വിളിക്കുന്നവരൊന്നും പോകത്തില്ല. അപ്പൊ ഏകദൈവവും ബഹുദൈവവും തമ്മിലുള്ള മാനദണ്ഡത്തിൽ വളരെ വ്യത്യാസമുണ്ടല്ലോ ശിവചായ. അത് ഒത്തിരി വ്യത്യാസമുണ്ട് ശിവചായ, ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഏകദൈവവും ബഹുദൈവവും എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസങ്ങൾ അതിനകത്തുണ്ട്. മോശ പഠിപ്പിച്ച ദൈവം എന്താണ്? ഏകനായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പം പിന്നെ ശിബിച്ചായം പറയുന്നതിൽ എന്തെങ്കിലും കാര്യം വാസ്തവം അതിനകത്തുണ്ടോ? കാരണം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിനപ്പുറത്തേക്ക് ശിബിച്ചായൻ ഒരു പൗലോസായി മാറാൻ കഴിയുമോ? കഴിയത്തില്ല. അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ശിബിച്ചായ പറഞ്ഞേക്കുന്നത്. അപ്പൊ ശിബിച്ചായൻ അത് ഓർക്കണം. ശിബിച്ചായൻ അത് ഓർക്കായിരിക്കും വളരെ നല്ലതെന്നാണ് എനിക്ക് ശിബിച്ചായനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ശിബിച്ചായനോട് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും അതിനകത്തില്ല. പക്ഷേ ശിബിച്ചായൻ നല്ല പ്രസംഗകനായിരുന്നു. IPC നിന്ന കാലത്തും നല്ലൊരു പ്രസംഗകനായിരുന്നു. പെന്തിക്കോസ്ത് സഭയിൽ നിന്ന കാലത്തും നല്ല പ്രസംഗകനായിരുന്നു, എനിക്കറിയാം. പക്ഷെ എങ്കിലും അതിനുശേഷം അങ്ങ് തിരിച്ചു പോയി. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്കിലും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബഹുദൈവമാണ്. പക്ഷെ ദൈവവചനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ വായിക്കുകയാണ്. ഇനിയിപ്പം അടുത്ത നിക്കയിലെ അടുത്ത പരാമർശം നമുക്ക് ശ്രദ്ധിക്കാം. മൂന്നാമത് പറയുന്ന പരാമർശം ദൈവ സത്തയുള്ളവൻ, ദൈവത്തിൽ നിന്നും ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും. അപ്പൊ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായ ഒരു കാര്യമാണ്. ദൈവ സത്തയുള്ളവനാണ്, ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും. അപ്പൊ 2 ദൈവം അവിടെ വന്നില്ലേ എന്നുള്ളതാണ്. കാരണം അപ്പൊ മോശ പഠിപ്പിച്ചതിന് വിപരീതമല്ലേ അത്? അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചതിന് വിപരീതമല്ലേ 2 ദൈവങ്ങൾ അവിടെ വന്നില്ലേ? ഒരു ദൈവത്തിൽ നിന്നുള്ള ദൈവമുണ്ട്, പ്രകാശത്തിനുള്ള പ്രകാശമുണ്ട്, സത്യദൈവത്തിൽ നിന്ന് വേറൊരു സത്യദൈവം. അതെ അല്ലെ? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം പലപ്പോഴും പറയുന്നത് ട്രിനിറ്റിയിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രമാണം ഉണ്ടെന്നും നിക്കിയ വിശ്വാസമാണ് തന്റെ പ്രമാണം എന്നും അദ്ദേഹം പറയാറുണ്ട്, അല്ലെ? അപ്പൊ ഇതിപ്പോൾ മനസ്സിലായില്ല ഇപ്പൊ എത്ര ദൈവം ഉണ്ടെന്ന്. ഇനി അടുത്ത കാര്യം കൂടി ഞാൻ പറയാം. ഇനി 4ാമത്തെ കാര്യമാണ്, നിക്കിയയിലുള്ള ഈ 4ാമത്തെ പോയിന്റ് ആണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ജനിച്ചവന് സൃഷ്ടിയല്ലാത്തവന് സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും എന്ന് അവിടെ പറയുന്നു, അല്ലേ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാസ്തവം അതാണ്. എന്താണ് ആ പറയുന്നതിന്റെ പൊരുൾ? അല്ലെ? അവിടെ ജനിച്ചവനുണ്ട്, സൃഷ്ടിയല്ലാത്തവര് സാരാംശ പിതാവിനോട് തുല്യമാണ്. ജനിച്ചവൻ ആരാണ്? ജനിച്ചവൻ കർത്താവ് യേശുക്രിസ്തു ജനിച്ചവനാണോ? കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നവൻ ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ അവൻ എങ്ങനെയാണ് ജനിച്ചവനാകുന്നത്? അപ്പൊ കർത്താവ് യേശുക്രിസ്തു ജനിച്ചവനാണോ?
അല്ലെ, അവൻ മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു, ജനിക്കുകയായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും. ദൈവവചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്, മനുഷ്യനെ വെളിപ്പെടുകയായിരുന്നു, അല്ലേ. ഇനി പോട്ടെ, ഇനി അഞ്ചാമത്തെ ഇനി നമുക്ക് ശ്രദ്ധിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെ സൃഷ്ടാവ് ഏക കർത്താവായി ഈ യേശു കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെ. കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇത് ഭൂമിയിലുള്ള സകലത്തിന്റെ സൃഷ്ടാവായ, അത് വാക്യത്തിലുള്ള കാര്യം, ഏക കർത്താവ്, അല്ലേ. ഏക കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ ഏക ദൈവവും ഏക കർത്താവും ഉണ്ടോ? കാരണം യഹോവയായ കർത്താവ് എന്ന് പല ഇതിലും വിളിച്ചിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ ഷിബുച്ചായന് ഇതുമായി യാതൊരു ബന്ധവും വരേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബുച്ചായൻ വിളിക്കുന്നത് യഹോവയായ ദൈവത്തെ അല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന യഹോവയായ ദൈവം ആരാണെന്നാണ് അദ്ദേഹം പറയുന്നത്? ക്രൂരനായ ഒരു ദൈവമാണ്. പിന്നെ അദ്ദേഹം പറയുന്നു ഗോത്ര ദൈവമാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വേറെ എന്തൊക്കെയോ വാക്കുകൾ ഉപയോഗിച്ചു, അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള പരിശുദ്ധാത്മാ വെളിപ്പാടൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം യാഹൂവയെ തള്ളി പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിലുള്ള ആത്മാവ് ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ അവിടെ നിർത്തുന്നു, ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല. ആറാമത്തെ വാക്യത്തിൽ പറയുന്ന, അവിടെ മനുഷ്യരായ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. അവിടുന്ന് മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ പോയിന്റില്, മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ മനുഷ്യനായി തീർന്നത് ഈ ബഹുദൈവങ്ങളിൽ ഒരു നമ്മുടെ ശിവജയന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ബഹുദൈവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ ആളായിരിക്കുമല്ലോ മനുഷ്യനായിട്ട് ഇവിടെ ഭൂമിയിൽ വന്നത്, രണ്ടാമത്തെ ആളായിരിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പല പല മാനദണ്ഡങ്ങളുണ്ട്, അദ്ദേഹത്തിന് കയ്യിൽ പല കഥകളുണ്ട്. ആ കഥകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയോ കഥകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒത്തിരി കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അത് എവിടുന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്, യഹോവ ഗോത്രപിതാവാണെന്ന് തെളിയിക്കാൻ ഒരുപാട് വാക്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നതൊന്നും ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാഹൂവയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യനാണ്. യാഹൂവയെ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന് യാതൊരു ബന്ധവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അല്ലെ. 3 വ്യക്തികൾ ചേരുന്ന ഒരു കൂട്ടായ്മയുള്ള ഒരു ദൈവത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. രണ്ടുകൂടെ ചേർന്ന് ഒരു കൂട്ടായ്മയിൽ വസിക്കുന്ന 3 പേർ, അല്ലെ. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നോട്ടെ, ഇനി 7ാമത് പറയുന്നത്, അവിടുന്ന് കഷ്ടം അനുഭവിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി, അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പൊ എത്ര ദൈവമായി? ഞാൻ ഇങ്ങനെ വായിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇത് പിടികിട്ടിയില്ല, എത്ര ദൈവം അവിടെ വന്നു, അല്ലെ. എത്ര ദൈവം വന്നു? അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, അദ്ദേഹത്തിന് ബഹുദൈവമാണ്. ബഹുദൈവത്തിൽ വിശ്വസിക്കാത്തവരൊന്നും പോകത്തില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ബഹുദൈവമുള്ളവർ പോകില്ല എന്നുള്ളതാണ്. ദൈവം ഏകനല്ല, ബഹുവാണ്, അല്ലെ. ബഹുത്വമുള്ള ദൈവമാണ്. ബഹുത്വമുള്ള ദൈവത്തെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ 9 പ്രാവശ്യം വീഡിയോ ഒത്തിരി ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ പരിശോധിക്കാം, പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എത്ര ദൈവം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ ഇദ്ദേഹം മോശയെ മറികടന്നു, അപ്പോസ്തലനായ പൗലോസിനെ മറികടന്നു, അല്ലെ. ഈ യാക്കോബിന്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, പിശാചുകൾ അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡം മനസ്സിലാക്കാനായിട്ട് കഴിയാത്തവർ എങ്ങനെ പറയാൻ കഴിയും ദൈവം ബഹുദൈവമാണ്, അല്ലെ. ഇവിടെ തന്നെ ഈ നിക്കിയ തന്നെ ഇവരുടെ നിക്കിയ തന്നെ വളരെ തെറ്റാണ്. നിക്കിയയിൽ ഞാനിപ്പോ വായിച്ചപ്പോ തന്നെ ഏകദൈവം എന്ന് ആദ്യം പറഞ്ഞേച്ച് പിന്നീട് അതിനെ ബഹുദൈവമാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഓരോ വാക്കുകളും പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു ശരിയായ വിശ്വാസമാണോ? എനിക്ക് തോന്നുന്നില്ല ഇതൊരു ശരിയായ ഒരു പ്രമാണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരിക്കലും ഒരു ശരിയായ ഒരു പ്രമാണമല്ല. കാരണം ഇത് മനുഷ്യനെ കാലാകാലങ്ങളായി പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സിദ്ധാന്തം എന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ. അപ്പൊ യേശു ക്രിസ്തുവിന് ഒരു ജനനമുണ്ട് എന്നാണ് പറയുന്നത്. സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിന് ജനിച്ചവൻ. അവൻ ആദ്യനും മധ്യനുമല്ലേ, അവൻ എങ്ങനെയാണ് നിന്ന് ജനിക്കുക? അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. എനിക്ക്
ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് നിക്കയായിട്ട് ചേർത്ത് വെക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന നിക്ക എടുത്ത് വെക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു മറുപടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്, അല്ലെ? അപ്പൊ നമ്മള് 1 തിമോത്തിയോസ് 1:17 പറയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് തന്നെ തിമോത്തിക്ക് എഴുതുമ്പോൾ അവിടെ പറഞ്ഞത്, നിത്യരാജാവും അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന്. ബഹുദൈവത്തിനല്ലല്ലോ ശിപിച്ചായ അവിടെ എഴുതിയിരിക്കുന്നത്. ബഹുദൈവത്തിന് എന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാണ് ഈ ബഹുദൈവം വന്നത്? അപ്പൊ അദ്ദേഹം ഉൽപ്പത്തിയിലേക്ക് പോയി. അത് നമ്മൾ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഉൽപ്പത്തിയിലേക്ക് പുള്ളി പോയി. ഉൽപ്പത്തിയില് നാം നമ്മുടെ സാദൃശ്യത്തിൽ അതാണ്, അവിടെയാണ് ശിപിച്ചാൻ പ്രശ്നം വന്നിരിക്കുന്നത്. ശിപിച്ചാൻ പ്രശ്നം വന്നിരിക്കുന്നത് അവിടെയാണ്. നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. നാം നമ്മുടെ, അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു വാക്യം എടുത്തിട്ടാണ് ശിപിച്ചാൻ പറയുന്നത്, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ശിപിച്ചാന്റെ ചിന്ത എന്താ? ഇത് വന്നിരിക്കുന്നത് ആരാണ്? ഈ രണ്ടാമത്തെ ആളാണ്. അത് യാഹുവെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. യാഹുവെ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഗോത്ര ദൈവം എന്ന് പറയുന്ന ആ യഹോവയാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ ഉണ്ടാക്കാമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതുമായിട്ട് എന്താ ബന്ധമുള്ളത്? നിങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സഹോദര. നിങ്ങൾക്ക് ഈ പറയുന്ന നിക്കയായി ചിലപ്പോൾ ബന്ധം കാണുമായിരിക്കും. ഈ ബഹുദൈവം ആയതുകൊണ്ട് ഈ നിക്കയ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ നിക്കയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏകദൈവ വിശ്വാസികൾക്ക് വേണ്ടിയല്ല. ദൈവവചനം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസികൾക്ക് വേണ്ടിയല്ല, അല്ലേ? മോശ പറഞ്ഞ ഏകദൈവം പറഞ്ഞ് മോശയ്ക്ക് വേണ്ടിയല്ല ഇത് വെച്ചിരിക്കുന്നത്. മോശ പറഞ്ഞവർക്ക് വേണ്ടിയല്ല ഈ നിക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരെ ഉദ്ദേശിച്ചല്ല. ഇനി പുതിയ നിയമത്തിൽ ബഹുദൈവം, അല്ലെ? ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെയാണെങ്കിൽ എഫേസ്യർ ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പിന്നെങ്ങനെ അവിടെ ബഹുദൈവം വരുന്നത്? അപ്പൊ ആരാണ് നരകത്തിൽ പോവുക, ആരാണ് പെട്ടുപോവുക എന്നുള്ള കാര്യം ശിപിച്ചായൻ തന്നെ ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറെ കാലമായി ഇദ്ദേഹം ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു ബന്ധവും ദൈവവചനമായിട്ടില്ല. ദൈവവചനമായിട്ട് ബന്ധം ഉണ്ടായാലും നിങ്ങൾ മോശയെ അനുസരിച്ചേനായിരുന്നു, അപ്പോസ്തലനായ പൗലോസിനെ അനുസരിച്ചേനായിരുന്നു. ഇതൊന്നും അനുസരിക്കാൻ പറ്റാത്തവർ എങ്ങനെയാണതല്ലേ? ഞാൻ പറഞ്ഞപ്പോ തിമോത്തിയിൽ നമ്മൾ വായിച്ചു, ഏകദൈവം, ബഹുത്വം ഒരു ദൈവം അവിടെ പറയുന്നില്ല, ഏകദൈവം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏകദൈവം, അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ അത് പ്രശ്നമാണ്, അല്ലേ? അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ വലിയൊരു പ്രശ്നമാണെന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്, അല്ലേ? അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ അറിവിന് വേണ്ടി, അല്ലെ? ഏകനല്ലെന്ന് ബൈബിൾ അവകാശപ്പെടുന്നു. ബൈബിൾ എപ്പോഴാ ദൈവം ഏകനല്ലെന്ന് ബൈബിൾ എപ്പോഴാണ് അവകാശപ്പെട്ടത്? മോശ അവകാശപ്പെട്ട ദൈവം ഏകനാണെന്ന. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്താണ്? ദൈവം ഏകനാണെന്ന. അപ്പൊ ആർക്കാ തെറ്റിയത്? ശിപിച്ചാന് തന്നെയല്ലേ തെറ്റിയത്? ശിപിച്ചാൻ ഹെഡിങ് കൊടുത്തപ്പോ തന്നെ ശിപിച്ചായ അവിടെ തീർന്നു. കാരണം എന്നെ തെറി വിളിച്ചിട്ടോ എന്നോട് എതിർത്തിട്ടോ ഒരു കാര്യമില്ല ശിപിച്ചായ. ഇതിപ്പം കാരണം ശിപിച്ചാൻ ഇപ്പൊ ദൈവവചനം നോക്കിയിട്ടാണോ ഇത് സംസാരിച്ചത്? ശിപിച്ചായ മോശയെ അനുസരിക്കുന്നില്ല. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ് അനുസരിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഏകദൈവം എന്ന് പറഞ്ഞില്ല, ബഹുദൈവം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ് ഇപ്പോൾ ശിപിച്ചാൻ ഇപ്പോ അവരെ എല്ലാം മറികടന്നില്ലേ? അപ്പോസ്തലന്മാരെ എല്ലാം മറികടന്നു, യേശുക്രിസ്തുവിനെ മറികടന്നു, അല്ലേ? യേശുക്രിസ്തു പറഞ്ഞ ഏക കർത്താവ് എന്ന് പറഞ്ഞു, നിങ്ങൾ അതും മറികടന്നു, എല്ലാം മറികടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യം ഈ കാലങ്ങളിൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക. കാരണം നിങ്ങൾ ദൈവവചനം എടുത്ത് പഠിക്കുക. നിക്ക മാത്രം വായിച്ചുകൊണ്ട് എന്നിട്ട് ഒരു പ്രയോജനമില്ല ശിപിച്ചായ. നിക്ക മാത്രം വായിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നിക്ക വിശ്വാസമാണ്, അല്ലെങ്കിൽ ട്രിനിറ്റി ആണ് ശിപിച്ചായന്റെ ദൈവമെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ദൈവവചനം വല്ലപ്പോഴും ഒന്ന് വായിച്ചു നോക്കണം. യാഹുവെ ആരാണെന്നും യഹോവയായ ദൈവം ആരാണെന്നും മനസ്സിലാക്കണമെങ്കിൽ, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധ ചിന്താഗതികൾ ഉണ്ടാവും. യഹോവ ഗോത്ര ദൈവമാണെന്നും, അതുപോലെ തന്നെ യഹോവ വേറെ എന്താ പറയുക, ക്രൂരനായ ദൈവമാണെന്നും. എന്റെ ശിപിച്ചായ, യഹോവയായ ദൈവം ക്രൂരനാണെന്ന് പഴയ നിയമത്തെ തോന്നിക്കുമെങ്കിലും പുതിയ നിയമത്തിൽ അവൻ മനുഷ്യനായിട്ട് വെളിപ്പെട്ടു, യേശുക്രിസ്തുവായിട്ട് വെളിപ്പെട്ട അവൻ മുഴുവൻ വെളിപ്പെടുത്തി, അല്ലേ? ദൈവം ആരാണെന്നും എന്താണെന്നും സ്നേഹിക്കുന്ന ദൈവ സ്നേഹം എന്താണെന്നും, അല്ലെ? നിങ്ങളുടെ ഗ്ലോറിയസ് ഗോസ്പൽ,
അല്ലെ? നിങ്ങൾ സ്നേഹത്തിന്റെ വലിയ ഇതാണെന്നാണ്, നിറകൂടമാണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ച്, അല്ലെ? ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ച് നിങ്ങൾ വലിയ സ്നേഹത്തിന്റെ നിറകൂടം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനങ്ങളുമില്ല. യേശു ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പിതാവായ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പല കാലങ്ങളായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ദൈവസ്നേഹമുള്ള ആൾക്കാരാണ് ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം യേശു ക്രിസ്തു ആരാണെന്നുള്ള കാര്യം, അല്ലെ? അതായത് പിതാവായ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. അവൻ വേഷത്തിൽ മനുഷ്യനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു മാറ്റവുമില്ല ശിബിച്ചായ. അത് മനസ്സിലാക്കണം ശിബിച്ചായ. അതുകൊണ്ട് ശിബിച്ചായന് ഇപ്പൊ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ശിബിച്ചായൻ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഈ സമയത്തേക്ക് ബുക്ക് ഓഫ് ലോഡിനോട് ഞാൻ ബുക്ക് ഓഫ് ലോഡിലൂടെ വിട പറയുന്നു. ഇനി അടുത്ത എപ്പിസോഡുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ എല്ലാവരും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.